പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. വയനാട്ടിൽ ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയായി. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സത്യൻ മൊകേരി. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏതോ ഒരു കൊച്ചു ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി മത്സരിച്ചു. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഈ 3 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഏതാണ്ട് 8% കണ്ട് കുറഞ്ഞിരിക്കുന്നു 2024-നേക്കാൾ. അപ്പോൾ സ്വാഭാവികമായും 2024-നേക്കാൾ പോളിംഗ് ശതമാനം 8 കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചർച്ചയാവുക സ്വാഭാവികമാണല്ലോ. കാരണം അവിടെ മത്സരിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ്. ആ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടും എന്തുകൊണ്ട് അവിടെ 8% പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നത നേതാവാണ് പ്രിയങ്ക ഗാന്ധി. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടും എന്തുകൊണ്ട് 8% വോട്ട് കുറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കോൺഗ്രസ്സുകാരെ പോലും അത് കുറച്ച് അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ 8% വോട്ട് കുറഞ്ഞു? ആ 8% വോട്ട് കുറയുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ്? ആ 8% വോട്ട് കുറയാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ വിശദമായി എടുത്ത് ഒന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്നോടൊരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ വെച്ച് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏറ്റവും ദുർബലമായിരുന്നത് വയനാടായിരുന്നു എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട്. ചേലക്കരയിലും പാലക്കാടും നടന്ന പ്രവർത്തനത്തെക്കാൾ പുറകിലായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൂത്തുകളിൽ എത്തിക്കേണ്ട പണം പോലും ആ നിലയിൽ എത്തിക്കപ്പെട്ടില്ല എന്നുള്ള വിവരവും എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രവർത്തനം എന്തുകൊണ്ട് അവിടെ ദുർബലമായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടും എന്തുകൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ദുർബലമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷവും കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത് എന്നുള്ള തോന്നൽ ആയിരിക്കാം ഒരു പക്ഷേ UDFിൻ്റെ പ്രവർത്തകരെ ബാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രവർത്തിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി എന്തായാലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, പിന്നെ വെറുതെ എന്തിന് വിയർപ്പൊഴുക്കണം എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിച്ചതുകൊണ്ട് ആയിരിക്കാം കോൺഗ്രസിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ UDFിൻ്റെ പ്രവർത്തനം അവിടെ കുറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 2024 രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് അറിയാമെങ്കിൽ പോലും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രനായിരുന്നു, അവിടെ CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജയായിരുന്നു. അതുമായിട്ട് നോക്കുമ്പോൾ ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് എതിരായിട്ടുള്ളത് ഒന്ന് സത്യൻ മൊകേരി, അയാൾ ഈ പറഞ്ഞ പോലെ ഡാം സ്ക്വിബാണ്, നനഞ്ഞ പടക്കമാണ് എന്നുള്ളത് നമുക്കറിയാം. BJPയുടെ ഏതൊരു ചെറുപ്പക്കാരി, അപ്പോൾ ചെറുപ്പക്കാരിയുടെ പേര് പോലും എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ യാതൊരു എതിർപ്പുമില്ല എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം പ്രവർത്തനം നിർജ്ജീവമായത് എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് 3,60,000 വോട്ടിന് ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായത്. ഇതവണ 5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോളിംഗ് കുറയാനുള്ള വേറൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സുപ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തം അവിടെ ഉണ്ടായിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ ദുരന്തത്തിൽ ഏതാണ്ട് ഒരു 100-400 പേര് അവിടെ പിടഞ്ഞ് മരിച്ചതും നമുക്കറിയാം. സ്വാഭാവികമായും ആ ദുരന്തമുണ്ടായി ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിനോട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അവർഷൻ, അവർക്കൊരു താല്പര്യക്കുറവുണ്ടായാൽ അതിൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഞാൻ ജീവിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആണ് ഇതുപോലൊരു വലിയ ദുരന്തമുണ്ടായി ഇത്ര ആളുകൾ മരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോയി വോട്ട് ചെയ്തേക്കാമായിരിക്കാം, പക്ഷേ എൻ്റെ കുടുംബങ്ങൾ പോയി വോട്ട് ചെയ്യണം നിർബന്ധമില്ല. അവർക്കൊരു അവർഷൻ ഉണ്ടായേക്കാം. ഞാൻ പോകുന്നതും എനിക്ക് അവർഷൻ ഇല്ലാതിരുന്നുകൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കടുത്ത ഒരു രാഷ്ട്രീയ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനും പോകുക. അപ്പോൾ സ്വാഭാവികമായും അവിടെ വോട്ട് കുറയാനുള്ള പോളിംഗ് കുറയാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അവിടെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായതിൻ്റെ ഓർമ്മകൾ ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം.
എന്നാൽ ഈ 8% വോട്ട് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, LDFിൻ്റെയും BJPയുടെയും അണികൾ വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ളൊരു നേതാവാണ് അവിടെ മത്സരിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി. CPIയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ല. ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു നനഞ്ഞ കോഴിയെ പോലെ ഉണ്ടെന്ന് അവിടെ നിർത്തിയിരിക്കുന്നു, സത്യൻ മൊകേരി അയാളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് CPMകാരൊന്നും അവിടെ പ്രവർത്തിച്ചിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPIയുടെ സ്ഥാനാർത്ഥിയോട് അവർക്ക് താല്പര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞാലും ആനി രാജ എന്ന് പറഞ്ഞൊരു വലിയ നല്ല സ്ഥാനാർത്ഥി CPIക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പിന്നെ സത്യൻ മൊകേരി വരുമ്പോൾ അയാളോടൊരു താല്പര്യവും CPIക്കാർക്കോ CPMകാർക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. BJPയുടെ സ്ഥാനാർത്ഥി ആവട്ടെ ആരാലും അറിയപ്പെടാത്ത, പേര് പോലും അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പോളിംഗ് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് LDFിൻ്റെയും BJPയുടെയും അണികൾ ഈ പറഞ്ഞ പോലെ കൂട്ടമായി വന്ന് വോട്ട് ചെയ്യാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താരതമ്യേന UDFിൻ്റെയാണ് വോട്ടുകൾ അവിടെ കൂടുതൽ പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ പോളിംഗ് 8% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 ഉദാഹരണങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 2 മണ്ഡലങ്ങളാണ്, ഒന്ന് പൊന്നാനിയും ഒന്ന് മഞ്ചേരിയും. പക്ഷേ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം എത്രയായിരുന്നു UDF സ്ഥാനാർത്ഥികളുടെ? ഒരിടത്ത് 2.5 ലക്ഷവും ഒരിടത്ത് 3 ലക്ഷമായിരുന്നു. അപ്പോൾ അവിടെ പോളിംഗ് കുറഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ നേടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ പോൾ ചെയ്ത് മുഴുവൻ UDFിൻ്റെ വോട്ടായിരുന്നു, അവിടെ പോൾ ചെയ്യാതിരുന്നത് BJPയുടെയും LDFിൻ്റെയും ആയിരുന്നു. അങ്ങനെയാണ് അവിടെ ഭൂരിപക്ഷം കൂടിയത്. അപ്പോൾ അതേ സ്ഥിതി തന്നെ വയനാടിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ മഞ്ചേരിയിലും പൊന്നാനിയിലും വളരെ കുറവായിരുന്നു പിന്നെ പോളിങ്. ഏതാണ്ട് 50%, 55% അങ്ങനെയൊക്കെ ആയിരുന്നു ഈ മഞ്ചേരിയിലും പൊന്നാനിയിലും പോളിങ്. ആ 2014 മഞ്ചേരിയിലും പൊന്നാനിയിലും വർദ്ധിച്ച ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ 8% പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം LDFും BJPയുടെയും വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ 100-400 പേർ മരിച്ച ആ ചൂരൽമല മുണ്ടക്കൈ പിന്നെ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പിന്നെ അപ്രസക്തമാകാത്തൊരു സാഹചര്യത്തിൽ, ഓർമ്മകൾ ഘനീഭവിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് വോട്ട് എടുപ്പ് നടന്നത് എന്നുള്ളത് കൊണ്ട് ആ നിലയിലും കുറേ ആളുകൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരിക്കാതിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാനിപ്പോഴും നിരീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച 3,60,000-നേക്കാൾ 5 ലക്ഷം എത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച 3,60,000 ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാവും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്.